ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനസ്സുനി ആകെ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം രചനയുടെ കൂടെ ആദ്യ ഭാര്യയുടെ കൂടെ മഹേഷ് പോയല്ലോ, അതിൻ്റെ സന്തോഷത്തിലാണ് മനസ്സുനി. ആ സമയത്ത് അശ്വിത പറയുന്നുണ്ട്, അമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ആദ്യം വിളിച്ചു പറഞ്ഞത് കൊണ്ടിട്ടാണ് മഹേഷ് രചനേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയത്. ശരി, മഹേഷ് ഹെൽപ്പ് ചെയ്യാൻ പോയെന്നുള്ളത് നീ പറഞ്ഞതിനാ സമ്മതിച്ചു. പക്ഷെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മഹേഷ് എന്താ ചെയ്തത്? അവൾക്ക് അവിടെ കൂട്ടുനിന്നു. അതിൻ്റെ ആവശ്യം അവനുണ്ടായിരുന്നോ? അതെ, അത് അമ്മയുടെ വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കുന്നതുകൊണ്ടാണ് അത് ആ രീതിയിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മഹേഷ് ഒരു മനുഷ്യത്തിൻ്റെ പേരിലാണ് അവളെ സഹായിച്ചത്. ഇപ്പം രചനയെന്നല്ല ആരെയാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ഇഷിതയെ മഹേഷും സഹായിക്കും എന്നൊക്കെ പറയാണ്. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ മാധവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഏടത്തിക്ക് നാണമില്ലേ ഈ അമ്മയുടെ ഇങ്ങനെ സംസാരിക്കാൻ? ഏടത്തിയുടെ എനർജി വെറുതെ എന്തിനെ കാണുന്നത്? അമ്മ ഒരിക്കലും നന്നാവാൻ പോണില്ല. അമ്മ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇഷിത എങ്ങനെയാണ്, മഹേഷ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് എടുത്തേക്ക് അറിയാവോ? നമ്മൾ മക്കൾ നന്നായിട്ടിരിക്കണമെന്നല്ല, മറ്റുള്ളവരുടെയൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയോ, അവരുടെ ജീവിതം കുളം തോണ്ടിയോ, അവരുടെ ജീവിതം നശിഞ്ഞു പോയോ, അതൊക്കെയാണ് നമുക്ക് താല്പര്യം. അത് എടുത്തേക്ക് മനസ്സിലായില്ലേ? എടുത്ത് വെറുതെ സംസാരിച്ച് സമയം കളയില്ലേ? എടാ നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? അപ്പം അമ്മക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ അമ്മേനെ കളിയാക്കുന്നതാണെന്ന്? എടാ നീയേ ഒരുപാട് നിൻ്റെ ഏടത്തിനെ സപ്പോർട്ടും ചെയ്യേണ്ടെന്ന് പറയണം. എനിക്കറിയാം നീ എന്തിനാ ഇവളെ സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഷിതയുടെ വിശേഷങ്ങൾ നിനക്ക് അറിയാൻ സാധിക്കുമല്ലോ. ദേ അമ്മേ, അനാവശ്യം പറയരുത് കേട്ടല്ലോ. ഞാൻ പറയണത് അനാവശ്യമാടാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ സ്വഭാവം. നിനക്കിപ്പോഴും അവളോട് ചെറിയൊരു അടുപ്പുണ്ടല്ലേ. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണോ ആവുന്നില്ലേമേ? എനിക്ക് അമ്മയോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധവ് അവിടെ നിന്ന് പോവാട്ടോ. അതിന് പുറകെ തന്നെ അഷിതയും പോകുന്നുണ്ട്. മനസ്സിലാണെങ്കിൽ ആ മഹേഷിൻ്റെ മിസ്റ്ററുടെ ജീവിതം കുളം തോണ്ടാൻ സാധിക്കുന്നില്ലല്ലോ, ആകാശിനൊന്ന് വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആകാശിനെ വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ മനസ്സിനി അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ ഭാര്യ? എൻ്റെ ഭാര്യയോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതെ, നിങ്ങൾ കൂടെ നിർത്തിയേക്കുണ്ടല്ലോ. ഓ രചന, അവളുടെ ആദ്യ ഭർത്താവ്. അവൾ 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി നോക്കി. അവളെ അവളുടെ കൂടെ പറഞ്ഞേക്കാൻ പാടില്ലായിരുന്നോ? അതങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷിക്കായിരുന്നു. മനസ്സിനെ അമ്മ ഒന്ന് ക്ഷമിക്കേ. മിക്കവാറും അതുപോലെയൊക്കെ തന്നെ നടക്കാൻ ചാൻസ്. എന്താ അങ്ങനെ നടക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. മനസ്സിനെ ഒന്നും അമ്മ ഒന്ന് ക്ഷമിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കും. ഇഷിതരെ മഹേഷിൻ്റെ ബന്ധം രണ്ടും രണ്ടാവും. അതിന് ഇനി അധികം കാലതാമസമൊന്നുമില്ല. കാരണം ആദ്യം ആഗ്രഹിച്ചു തുടങ്ങി അവൻ്റെ ഡാഡിനെ വേണമെന്ന്. മമ്മിയും ഡാഡിയും ഒന്നിക്കുമെന്ന്. മിക്കവാറും രചനയും അതുപോലെ തന്നെ മഹേഷും ഒന്നിക്കും. ഇഷിത ഔട്ടാകും. അത് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിന് സന്തോഷത്തിലിരിക്കുക കേട്ടോ. അതേസമയം നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആകാശിനൊന്ന് വിളിക്കാം, ഒരു കൊട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ മഹേഷ് ആകാശിനെ വിളിക്കുന്നുണ്ട്. ഹലോ, എന്താണ് മഹേഷ്? അതെ, ഞാൻ ഒരു വെൽവിഷറെ വിളിച്ചതാണ്. വെൽവിഷറോ? അതെ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടായില്ല, ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ആദ്യ ഭാര്യയുടെ കൂടെ. ആ സമയത്ത് എൻ്റെ 2ാമത്തെ ഭാര്യനെ ഒരു വെൽവിഷർ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് നീ ആയിരിക്കുമെന്ന്. ഓ, നീ കളിയാക്കാൻ വിളിച്ചാണോ? അതേടാ, ഞാൻ തന്നെയാണ് നിൻ്റെ ഭാര്യനെ വിളിച്ചത്. എന്ത് വേണടാ? അല്ല, എന്നിട്ട് ഭാര്യനെ വിളിച്ചിട്ട് അവളെന്ത് പറഞ്ഞു? ഏറ്റില്ലല്ലേ? ആകാശ് നാണം കിട്ടുപോയില്ലേ? നീ എന്താണ് വിചാരിച്ചത്? രചനനെ പോലത്തെ പെണ്ണുങ്ങളാണ് ഈ ലോകത്തെ എല്ലാവരും എന്നോ? ഒരിക്കലും ഇല്ലടാ. രചനനെ പോലത്തെ പെണ്ണുങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ അവളെപ്പോലെ അവൾക്ക് മാത്രമേ ആവാൻ സാധിക്കുള്ളൂ. പക്ഷെ എൻ്റെ ഇഷിതയുണ്ടല്ലോ, അവളാടെ പെണ്ണ്. അതുപോലത്തെ പെണ്ണുങ്ങളെ നീ കണ്ടിട്ടില്ല. അതിൻ്റെ കുഴപ്പമാണ് നിനക്ക്. ഇഷിതയെടുത്ത് നിൻ്റെ കളിയൊന്നും നടക്കില്ല മോനെ. കാരണം ഇഷിത എന്താണെന്ന് എനിക്കും ഞാൻ ആരാണെന്ന് ഇഷിതക്കും നന്നായിട്ട് അറിയാം. എന്നെയും ഇഷിതനെയും കൂട്ടിച്ചേർത്തത് ആരാന്നറിയാവോ? നിൻ്റെ അച്ഛനും അമ്മയല്ലേ? അല്ലടാ, ദൈവമാണ്. ദൈവം കൂട്ടിച്ചേർത്ത നിങ്ങളെ ചെകുത്താനായിട്ടുള്ള ഞാൻ വേർപെടുത്തോടാ. ശരി, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നീ അങ്ങനെ ചെയ്ത് ഞങ്ങളുടെ 2 വഴിക്കാവുന്നുണ്ടെങ്കിലേ ഈ മഹേഷ് ചന്ദ്രൻ ഈ മീശ അങ്ങ് വടിക്കും. എങ്കിൽ നീ തയ്യാറായിക്കോട്ടെ മീശ വടിക്കാനായിട്ട്? ആയിക്കോട്ടെ എന്ന് മഹേഷും പറയാണ്. മഹേഷ് ആകാശിനോട് സംസാരിക്കണ കേൾക്കുമ്പോൾ ഇഷിതക്ക് ചിരിയും വരുന്നുണ്ട്, അഭിമാനവും വരുന്നുണ്ട്. പക്ഷേ ഇഷിതയ്ക്ക് എവിടേക്കോ ഒരു ടെൻഷൻ പോലെ കേട്ടോ. വേറൊന്നുമല്ല, ഈ ആദ്യം ഒരുപാട് വാശി പിടിക്കുന്നുണ്ടല്ലോ എങ്ങനെയെങ്കിലും തൻ്റെ ഡാഡിനെ മമ്മീനെ ഒന്നിക്കണമെന്ന്. ഇനി അതുപോലെ എങ്ങനെ നടക്കുമോ? തനിക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടി വരുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഇഷിതയ്ക്ക് എവിടെയൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. ശേഷം മഹേഷ് റൂമിലേക്ക് പോവാണ്. ഇഷിത എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണത്? ഒന്നുമില്ല മഹേഷ്, എനിക്ക് മനസ്സിലായി. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും തൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. വിട്ടുകളടോ, അവൻ കൊച്ചുകുട്ടിയല്ലേ. അവൻ വലുതാകുമ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അവൻ കൊച്ചുകുട്ടിയാണെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവൻ പറഞ്ഞതിലും കാര്യമില്ലേ മഹേഷ്? എന്ത് കാര്യം? താൻ എന്തൊക്കെയാണ് പറയണത്? ഓ, താനും അവൻ്റെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയോ? ഞാൻ രചനനെ സ്വീകരിക്കുമെന്ന്. താൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. താൻ ആദ്യം അടുത്ത് പറഞ്ഞല്ലോ, ആദ്യയുടെ സന്തോഷത്തിന് വേണ്ടി താൻ വേണമെങ്കിൽ ഒഴിഞ്ഞു തരാമെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന്. താൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയാലും ഞാൻ രചനനെ സ്വീകരിക്കാൻ പോകണമെന്നില്ല. അത് ഞാൻ തനിക്ക് തരുന്ന വാക്കാണ്. അല്ല, എനിക്കെന്തിനാണ് അവളെ, മറ്റുള്ളവരുടെ കൂടെ കഴിഞ്ഞവളെ എനിക്കെന്തിനാണ്? ഞാനെന്താ അത്ര വൃത്തികെട്ടവനാണ്?
ജീവിക്കാനാണോ? അതിനേക്കാൾ നല്ലതേ മഹേഷ് അതിനെ പോയി തൂങ്ങിച്ചാവുന്നതാണ്. എടോ താനാടോ എൻ്റെ ഭാര്യ, തന്നെയാണ് എനിക്ക് വേണ്ടത്. എടോ നമുക്ക് സുഖമായിട്ട് ജീവിക്കണ്ടേടോ, നമുക്കും വേണ്ട ഒരു ജീവിതം എന്നൊക്കെ പറയാണ്. ഇഷിതക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഇഷിതയുടെ മനസ്സിൽ അപ്പോഴും ഭയങ്കര ടെൻഷനാണ്. ആദ്യം വന്നിട്ട് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ തൻ്റെ ജീവിതം എന്ന് ആലോചിക്കുകയാണ് ഇഷിത. അത് ആദ്യം ഒരു പ്രാവശ്യം കൂടി ഇഷിത അടുത്ത് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോ, എൻ്റെ ഡാഡിയും മമ്മിയും ഒന്നിക്കട്ടെ എന്നെങ്ങാനും ആദ്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കാട്ടോ ഇഷിത. അതുകൊണ്ട് തന്നെ ഇഷിതക്ക് നല്ല ടെൻഷനുണ്ട്. ഇനി ആദ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷിതക്ക് പോവേണ്ടി വരുമോ? ഇഷിതക്ക് മഹേഷിന് നഷ്ടമാകുമോ? അതുപോലെ തന്നെ ചിപ്പിന് നഷ്ടമാകുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത. അതേസമയം നമ്മുടെ പ്രിയാമണി മാഷുവാണെന്നുണ്ടെങ്കിലോ അമ്പലത്തിലൊക്കെ പോയിട്ട് വഴിപാടൊക്കെ കഴിച്ച് വരുക കേട്ടോ. ഇന്ന് പൂജാരി പറഞ്ഞത് എന്താണെന്നറിയാവോ സുജി? ഇഷിതക്കും മഹേഷിനെ 1 മാസത്തിനുള്ളിൽ വിശേഷമാകുമെന്ന്. അത് കേൾക്കുമ്പോൾ സുചിത്ര പൊട്ടിക്കരയാട്ടോ. നീ എന്തിനാണ് പൊട്ടിക്കരേണ്ടത്? ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇളയമ്മയെന്ന് പറഞ്ഞ് പൊട്ടിക്കര എന്താ ഇളയമ്മ ഇളയച്ചനൊക്കെ മണ്ടനും മണ്ടിയാകുക? എന്താണ് നീ ഇങ്ങനെ പറയണത്? അത് ഇഷിതേച്ചിക്ക് 1 മാസത്തിലെ വിശേഷം ആവില്ല ഇളയമ്മേ. നീ എന്താ അങ്ങനെ പറയണത്? അത് ഇഷിതേച്ചി മഹേഷിന്റെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല കഴിയുന്നത്. നീ വല്ല കളിക്കലിട്ടോ സുജി. ഇളയമ്മേ ഞാൻ പറഞ്ഞ സത്യമാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല കഴിയണത്. അവരൊരു കോൺട്രാക്ട് ബേസിലാണ് കല്യാണം കഴിച്ചത്. സുജി നീ പറഞ്ഞ സത്യമാണോ? അതെ. അപ്പോഴേക്കും മാഷ് അവിടെ ഇരുന്ന് പോകട്ടോ. അയ്യോ മാഷെന്ന് പറയുമ്പോൾ ഒന്നുമില്ലടോ, എനിക്കൊന്നുമില്ല, തൃപ്തിയായി, സന്തോഷമായി. എൻ്റെ മോൾ ഇങ്ങനത്തെ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനാണ് ആ വിവാഹം നടത്തി കൊടുത്തത്. രാമനാഥൻ എങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളത് എങ്ങനെ സഹിക്കോടോ? ഇഷിതയുടെ മഹേഷിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അതിനുശേഷം മരിച്ചാലും കുഴപ്പമെന്ന് പറഞ്ഞിരിക്കുക രാമനാഥൻ. ഞാൻ എങ്ങനെ അയാളെ മുഖത്ത് നോക്കോടോ? അത് പോട്ടെ, നമ്മളൊരുപാട് ആഗ്രഹിച്ചിട്ടല്ലേ പ്രിയ, ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ഒരു കുഞ്ഞിനെ കാണാൻ പറ്റും, അവർ സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. നമ്മളെ മണ്ടന്മാരാക്കിയാലോടോ അവരെ എന്ന് പറയുമ്പോൾ പ്രിയാമണി പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണമേ മഹേഷല്ല, അവളാ ഇഷിത. താൻ എന്തൊക്കെയോട് പറയുന്നത്? അതെ എനിക്കറിയാം, മഹേഷിന് അവളോട് നല്ല താല്പര്യമുണ്ട്. പക്ഷെ അവളാണ് ഒന്നിനും സമ്മതിക്കാത്തത്. അവൾക്ക് ചിപ്പിനെ മാത്രം മതിയായിരുന്നു, മഹേഷിനെ വേണ്ടായിരുന്നു. പക്ഷെ മഹേഷിന് അങ്ങനെയല്ല, ചിപ്പിനെയും അവളെയും വേണം. അവളെന്ന് വെച്ചാൽ മഹേഷിൻ്റെ ജീവനാണ്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇഷിത അവൾ തന്നെ എല്ലാത്തിനും കാരണം. അതിനെ താൻ എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് അവളോട് സംസാരിക്കണം. ഒന്നില്ലെങ്കിൽ ഈ അമ്മ മകൾ ബന്ധം ഇന്നത്തോടെ ഇവിടെ തീരും. വിളയമ്മേ അങ്ങനത്തെ കടുത്ത തീരുമാനം എടുക്കല്ലേ എന്ന് സുചിത്ര പറയുമ്പോൾ നീ മിണ്ടാതിരിക്കേ. അവൾ എന്നെ മണ്ടിയാക്കുമായിരുന്നു. ഞാൻ ഓരോരോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുമ്പോഴും അവൾ എന്നെ നോക്കി ചിരിക്കുമായിരുന്നല്ലേ ആ സമയത്ത്. അവളുടെ മനസ്സിൽ സന്തോഷമായിരുന്നു ഞാൻ മണ്ടിയാവുന്നത് ആലോചിച്ചിട്ട്. ഞാൻ എത്ര പ്രാവശ്യം അവൾക്ക് പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോവാണ്, വഴിപാട് കഴിക്കുകയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നൊന്നും അവൾ ഈ കാര്യം എന്നോട് പറഞ്ഞില്ല. അവളെന്നെ മണ്ടിയാക്കുമായിരുന്നു, എല്ലാം അറിഞ്ഞ് അവൾ ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണിയും പൊട്ടിക്കരയാട്ടോ. അപ്പോൾ ആ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നാളെയും മറ്റന്നാളെ ആയിട്ട് കാണാൻ പോകുന്നു കേട്ടോ. പിന്നെ ആദ്യം ഇഷിതനെ ഫുള്ളായിട്ട് തള്ളി പറയുന്ന ഭാഗവും കൂടി ഉണ്ട് കേട്ടോ. ആ ഭാഗം പ്രൊമോ ആയിട്ട് നമുക്ക് മിക്കവാറും ഉടനെ തന്നെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.